കണ്ണൂർ, തിരുവനന്തപുരം, കരിപ്പൂർ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളാണ് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എയർ ഇന്ത്യ റദ്ദാക്കിയത്. പെട്ടെന്നുള്ള പൈലറ്റുമാരുടെ സമരമാണ് വിമാനങ്ങൾ റദ്ദാക്കാൻ കാരണമെന്നാണ് എയർ ഇന്ത്യ നൽകുന്ന വിശദീകരണം. ഗൾഫ് മേഖലയിൽ നിന്നുള്ള എല്ലാ എയർ ഇന്ത്യ സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് ഫെലിക്സും കരിപ്പൂരിൽ നിന്ന് മലപ്പുറത്ത് നിന്ന് അരുൺ അമർനാഥും നമുക്കിപ്പം ചേരുന്നുണ്ട്. ആദ്യം അരുണിലേക്ക് പോവുകയാണ്. അരുൺ, വിമാന സർവീസുകൾ റദ്ദാക്കി ചെന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഈ യാത്രക്കാർ വന്നത്. ഇതൊരു സ്ഥിരം പരിപാടിയുമാണ്. സാധാരണ എയർ ഇന്ത്യ ഇങ്ങനെ ചെയ്യാറുണ്ട്. ജനങ്ങളെ വലയ്ക്കുന്ന ഒരു സർവീസ്, ഒരു എയർലൈൻ കൂടിയായിട്ട് മാറിയിരിക്കുകയാണ് എയർ ഇന്ത്യ. ഇപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? ഈ വന്ന യാത്രക്കാരൊക്കെ തിരിച്ചു പോയി കഴിഞ്ഞോ? രാവിലെ പുലർച്ചെയുള്ള, അതായത് ഇനി വരാനുള്ള സർവീസുകളെയും ഒക്കെ ഈ സമരം ബാധിക്കുമോ? എന്താണ് അധികൃതർ നൽകുന്ന വിശദീകരണം? കൂടുതൽ വിമാനങ്ങൾ റദ്ദാക്കും എന്നുള്ളത് തന്നെയാണ് ഈ മണിക്കൂറിലും അറിയാൻ സാധിച്ചത്. യാതൊരുവിധ മുന്നറിയിപ്പും ലഭിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു സേതു പ്രധാനപ്പെട്ട കാര്യം. അടിയന്തര ആവശ്യങ്ങൾക്കൊക്കെയായി പോകുന്ന യാത്രക്കാരാണ് ഇതുമൂലം വലിഞ്ഞത്. രാവിലെ 8 മണി മുതൽ 11 മണി വരെയുള്ള 6 വിമാനങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ റദ്ദാക്കിയത്. പിന്നീട് കൂടുതൽ വിമാനങ്ങൾ റദ്ദാക്കുമെന്ന സൂചനയുണ്ടായിരുന്നു. പിന്നാലെ ഇതാ ഇപ്പോൾ 12 വിമാനങ്ങളാണ് ആകെ കരിപ്പൂരിൽ റദ്ദാക്കിയിരിക്കുന്നതിൽ കരിപ്പൂരിൽ നിന്നും റാസൽ ഖൈമ, ദുബായ്, ജിദ്ദ, ദോഹ, ബഹ്റിൻ, കുവൈത്ത് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ റദ്ദാക്കിയത്. അവിടെ എത്തിയ യാത്രക്കാർ അവിടെ എത്തിയപ്പോഴാണ് ഈ വിവരം തന്നെ അറിയുന്നത്. ഈ പൈലറ്റുമാരുടെ സമരം, ഒപ്പം തന്നെ കൂട്ട അവധിയെടുത്തുള്ള സിക്ക് ലീവ് എടുത്ത് കുറേ ജീവനക്കാർ അവധിയിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇതൊക്കെയാണ് കാരണമായി പറയുന്നത്. പക്ഷേ യാതൊരുവിധ വിശദീകരണമോ നൽകിയിട്ടില്ല. ഈ വിമാനങ്ങൾ റദ്ദാക്കിയതിന് ശേഷം 1 മണിക്കൂർ പിന്നിട്ടാണ് എയർ ഇന്ത്യ ആദ്യ മണിക്കൂറിൽ ഔദ്യോഗിക വിശദീകരണം നൽകിയത്. എന്തായാലും റീഫണ്ട് ചെയ്യുമെന്നും യാത്ര പുനഃക്രമീകരിക്കുമെന്നും ഒക്കെ എയർ ഇന്ത്യ എന്തായാലും വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ യാത്രക്കാരാകെ വലഞ്ഞ ഒരു സ്ഥിതിയിലാണുള്ളത്. കരിപ്പൂരിൽ ഇപ്പോഴും യാത്രക്കാർ പലരൊക്കെ തിരിച്ചുപോയി. ഇപ്പോഴും യാത്രക്കാർ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. പല യാത്രക്കാരും ഒന്നും അറിയാതെ എന്താണ് സാഹചര്യം എന്നും പോലും മനസ്സിലാകാതെ അവിടെ തന്നെ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി കരിപ്പൂർ വിമാനത്താവളത്തിന് മുന്നിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. സേതു.